ഇന്നാണെങ്കിൽ ആ കടയിൽ പണിയേ ഇല്ല. എന്താ ചെയ്യുക? സ്കൂൾ ചെക്കൻ്റെ ഫീസ് അടയ്ക്കാറായിട്ടുണ്ട്, വണ്ടി ഫീസ് കൊടുക്കാറായിട്ടുണ്ട്, കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ല. സമയം എത്രയാവോ? കാലത്ത് 8 മണിയായ. വേഗം പോട്ടെ, കടയിൽ പണി ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും വേഗം പോയി കട തുറന്നാലേ വർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴ കാരണം കടയിലാണെങ്കിൽ പണിയുമില്ല. അതിൻ്റെ അടുത്ത് പറയും, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കും വേണമല്ലോ, കൊടുക്കാതിരിക്കാനും പറ്റില്ല. കടം വാങ്ങി നമ്മൾ കറക്റ്റായി തിരിച്ചും കൊടുക്കണം. കൊടുത്തില്ല പറഞ്ഞാൽ അത് അവർക്ക് നമ്മളോട് ഒരു സ്നേഹക്കുറവ് വരും. നമ്മളത്ര സത്യസന്ധനായിട്ടും കാര്യമൊന്നുമില്ല. പണമാണ് മുഖ്യം അല്ലേ? ദിവ്യ അടുക്കളയിലാണ്. ദിവ്യ, ഞാൻ വർക്കിന് പോകണം കേട്ടോ, കടയിൽ പോവാണ്. ചേട്ടൻ വിളിച്ചു. അരി വാങ്ങണം, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങണം. സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പൈസ ഉണ്ടാകുമോ എന്തോ. ഇന്നാണെങ്കിൽ ലോണും ഉണ്ട്. എന്താ ചെയ്യാ? ചേട്ടാ, റേഷൻ കടയിൽ പോയിട്ട് വരും. അരി കഴിഞ്ഞിരിക്കുന്നു, അരി വാങ്ങിക്കണം, പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം, പലചരക്ക് സാധനമൊക്കെ കഴിഞ്ഞു. പണി കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം എന്തായാലും കഴിക്കാം. അരിയും റേഷൻ കടയിൽ നിന്ന് റേഷൻ കാർഡ് മൊബൈലിൽ കാണിച്ചാൽ മതി. പിന്നെ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടല്ലോ, നമ്മുടെ കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? ഇതിപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് വർക്കുകളൊക്കെ കുറവല്ലേ. നമുക്കിപ്പോ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ അടുത്ത 1 മാസമല്ലേ ആയുള്ളൂ എടുത്തിട്ട്. ഇപ്രാവശ്യം കല്യാണമൊക്കെ അങ്ങനെ പോട്ടെ. മകന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഷർട്ട് മാത്രം കൊടുക്കാം. പാൻറ്റൊക്കെ ഇപ്പോൾ പുതിയത് ഉണ്ടല്ലോ, അവനിപ്പോ സ്കൂൾ തുറക്കുമ്പോൾ എടുത്തതല്ലേ. എന്തായാലും ഒരു 2 മാസം നമ്മൾ ചെലവ് ചുരുക്കി ജീവിക്കണം. എന്നാലും ഇതിപ്പോ കർക്കിടക മാസമാണ്, പിന്നെ മഴക്കാലമാണ്, കടയിലാണെങ്കിൽ വർക്കും കുറവല്ലേ. എന്തായാലും ഇല്ല, അങ്ങനെ ചെയ്താൽ പോരെ? ശരി, അറിയാൻ പറഞ്ഞാൽ നമുക്ക് പഴയ ഡ്രസ്സ് ഉണ്ടല്ലോ, അതിട്ടിട്ട് പോവാം. ശരി, അരിയും പലചരക്ക് സാധനം മാത്രം വാങ്ങിയാൽ പോരെ? ശരിയാണ്, ഞാൻ പോയിട്ട് വരാം. പണി ഉണ്ടാവുമെന്ന് അറിയില്ല. ശരി. എന്ത് ചെയ്യാനാണ്? പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ള പൈസയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുക. ഉള്ളത് ഇട്ടിട്ട് പോവാ. വീടിൻ്റെ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ കടയിലും പണിയില്ലല്ലോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുക. ഒന്നാമത് ഈ മഴക്കാലമായതുകൊണ്ട് കുറവാണല്ലോ. സാരമില്ല, അത് പൈസ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒരു കാര്യം നടക്കില്ല. പരമാവധി ചുരുക്കിയിട്ട് ജീവിക്കാം, അതാ നടക്കുള്ളൂ. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ആവശ്യത്തിന് പണം ചിലവഴിച്ച് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എല്ലാം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിനും ഭർത്താക്കന്മാരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ച് ശീലമായാൽ ഏത് കാലത്തും നമ്മൾക്ക് പിടിച്ചു നിൽക്കാം. അതിന് സ്ത്രീയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഈ കുടുംബത്തിൽ നമ്മൾ കാണുന്ന പരിമിതികളും പരാതികളും പരസ്പരം പറയാതെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ നമ്മൾക്ക് നാളേക്കായി 10 രൂപ സ്വരൂപിച്ച് വയ്ക്കാം. ഉള്ള വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ ശീലമാക്കുക. നാളേക്കായി 10 രൂപ എടുത്തു വെച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുവാൻ ചിന്തിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.